നോമിനേഷൻ ഡേ ആയിരുന്നു. ഈ നോമിനേഷൻ ഡേയിൽ കുറച്ച് ആളുകൾ ഫെയർ അല്ലാതെ നോമിനേറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. ആദില തന്നെയാണ് ഒരു പക്ഷെ അങ്ങനെ ഫെയർ അല്ലാത്ത രീതിയിലുള്ള ഒരു നോമിനേഷൻ ചെയ്തത് എന്നുള്ളതാണ്. കൃത്യമായിട്ട് അവളെ ആക്രമിച്ച ആളിൽ ഒരാൾ ലക്ഷ്മിയാണല്ലോ. ലക്ഷ്മിയുടെ പേര് പോലും കമ എന്നൊരക്ഷരം വേണ്ടിയില്ല. എന്നാൽ അവര് തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞതുപോലെ എനിക്ക് തോന്നി. അനീഷിന്റെ പേര് നോമിനേഷനിൽ കൊണ്ടിട്ടു എന്നുള്ളതാ. ഇപ്രാവശ്യം അനീഷ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദിലേക്ക് കിട്ടാനുള്ള വോട്ടിന്റെ എണ്ണം കുറയും. അത്ര ഹെയ്റ്റ് ഇപ്പൊ ഇവിടെ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാബുമോനൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ആളുകൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ മാത്രമേ ഇവിടെ നിലനിർത്തുള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്ന് നോമിനേഷനിൽ ഈ ആദിലെ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടാതെ നോമിനേഷൻ കഴിഞ്ഞിട്ട് അനീഷിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് ചൊറിയുന്നതും മാന്തുന്നതും കൂടി കണ്ടു എന്നുള്ളതാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. അനീഷാണ്. അനീഷ് ഇപ്പൊ തന്നെ